യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുക 2026 സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ലോഗോസ് പരീക്ഷയിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗത്തു നിന്നുള്ള 8-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 42 ചോദ്യങ്ങളും ഇവിടെ ഉത്തരങ്ങളുമാണ്. ഓരോ ചോദ്യവും ശ്രദ്ധാപൂർവ്വം കേൾക്കുക, ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കേട്ട് ചോദ്യോത്തരങ്ങൾ ബൈഹാർട്ടാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 1. അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഒലിവുമലയിൽ നിന്ന്. 2. ദേവാലയത്തിൽ യേശു പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ നിയമജ്ഞരും ഫരിസേയരും ആരെയാണ് അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയത്? ഉത്തരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ. 3-ാമത്തെ ചോദ്യം, യോഹന്നാൻ 8:5 സമാനമായ പഴയ നിയമഭാഗം ഏതാണ്? ഉത്തരം നിയമാവർത്തനം 22:22. 4. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ എന്തു ചെയ്യണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം കല്ലെറിയണമെന്ന്. 5. നീ എന്തു പറയുന്നു എന്ന ചോദ്യം കേട്ട യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം? ഉത്തരം കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 6. നിയമജ്ഞരും ഫരിസേയരും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ യേശു നിവർന്നു നിന്ന് എന്തു മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. 7-ാമത്തെ ചോദ്യം, പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് യേശു വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉത്തരം അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 8. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ ആരാണ് അവശേഷിച്ചത്? ഉത്തരം യേശുവും ആ സ്ത്രീയും. 9. എല്ലാവരും സ്ഥലം വിട്ടപ്പോൾ യേശു ആ സ്ത്രീയോട് എന്താണ് ചോദിച്ചത്? ഉത്തരം സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? 10-ാമത്തെ ചോദ്യം, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ആരുടെ വാക്കുകളാണിവ? ഉത്തരം യേശുവിൻ്റെ. 11. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, ഒരിക്കലും നടക്കുകയില്ല. ഉത്തരം അന്ധകാരത്തിൽ. 12. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ആരാണ് നിങ്ങൾ? ഉത്തരം ഫരിസേയർ. 13-ാമത്തെ ചോദ്യം, ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. അതിന് കാരണമായി എന്താണ് യേശു പറയുന്നത്? ഉത്തരം കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 14-ാമത്തെ ചോദ്യം, രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പൂരിപ്പിക്കുക. ഉത്തരം നിങ്ങളുടെ നിയമത്തിൽ തന്നെ. 15. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷി നൽകുന്നു. വേറെ ആരാണ് തന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നതാണെന്ന് യേശു പറയുന്നത്? ഉത്തരം പിതാവ്. 16. യോഹന്നാൻ 8:17 സമാനമായ പഴയ നിയമവാക്യം ഏതാണ്? ഉത്തരം നിയമാവർത്തനം 17:6.
17 ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരും യേശുവിനെ പിടിച്ചില്ല. എന്താണ് കാരണം? ഉത്തരം, അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ല. 18 ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, യേശു ഫരിസേയരോട് പറഞ്ഞു. 19 ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? ആര് പറ്റിയാണ് ഈ പറഞ്ഞത്? ഉത്തരം, യഹൂദർ യേശുവിനെ കുറിച്ച്. 20 നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഡാഷ് ആണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം, ഈ ലോകത്തിൻ്റെതാണ്. 21 എന്ത് വിശ്വസിക്കുന്നില്ലെങ്കിലാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് യേശു പറയുന്നത്? ഉത്തരം, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. 22 യഹൂദരുടെ നീ ആരാണെന്ന ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. 23-ാമത്തെ ചോദ്യം, നിങ്ങൾ സത്യം അറിയുകയും ഡാഷ് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പൂരിപ്പിക്കുക. ഉത്തരം, സത്യം. 24 എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഉത്തരം, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. 25 ഞങ്ങൾ ആരുടെ സന്തതികളാണെന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, അബ്രാഹത്തിന്റെ. 26 പാപം ചെയ്യുന്നവൻ എന്താണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, പാപത്തിന്റെ അടിമയാണ്. 27 ആരാണ് എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല എന്ന് യേശു പറയുന്നത്? ഉത്തരം, അടിമ. 28 ഞങ്ങൾ ഡാഷ് അല്ല, ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, ദൈവം. യോഹന്നാൻ 8:41 അനുസരിച്ച് എന്താണ് വിട്ടുപോയത്? ഉത്തരം, ജാരസന്തതികളല്ല. 29 ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് യേശു യഹൂദരോട് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം, ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. 30 യഹൂദരുടെ പിതാവ് ആരാണെന്നാണ് യേശു അവരോട് പറയുന്നത്? ഉത്തരം, പിശാച്. 31 പിശാച് ആദ്യം മുതൽ ആരാണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, കൊലപാതകിയാണ്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. 32 യേശുവിനെ ആരും വിശ്വസിക്കാത്തതിന് കാരണമായി യേശു പറയുന്നത് എന്താണ്? ഉത്തരം, സത്യം പറയുന്നത് കൊണ്ട്. 33 യഹൂദർ യേശുവിനെ എവിടത്തുകാരൻ എന്നാണ് വിളിച്ചത്? ഉത്തരം, സമരിയാക്കാരനാണെന്ന്. 34 യേശുവിൽ എന്തുണ്ടെന്നാണ് യഹൂദർ ആരോപിക്കുന്നത്? ഉത്തരം, പിശാചുണ്ടെന്ന്. 35 ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും ഡാഷ് ആയ ഒരുവനുമുണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം, വിധികർത്താവുമായ. 36 സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഡാഷ് പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം, എൻ്റെ വചനം. 37 ആരെല്ലാം മരിച്ചു എന്നാണ് യഹൂദർ യേശുവിനോട് സൂചിപ്പിക്കുന്നത്? ഉത്തരം, അബ്രാഹവും പ്രവാചകന്മാരും. 38 ഞാൻ എന്നെ തന്നെ ഡാഷ് എൻ്റെ മഹത്വത്തിന് വിലയില്ല. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം, മഹത്വപ്പെടുത്തിയ. 39 തന്റെ പിതാവിനെ യഹൂദർ എന്താണ് വിളിക്കുന്നതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ദൈവം എന്ന് വിളിക്കുന്നു. 40-ാമത്തെ ചോദ്യം, എന്തു പ്രതീക്ഷയിലാണ് പിതാവായ അബ്രാഹാം ആനന്ദിച്ചതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ. 41 സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരാണ് യേശുവിനെ അറിയാൻ കല്ലുകൾ എടുത്തത്? ഉത്തരം, യഹൂദർ. 42 യേശുവിനെ അറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ യേശു എങ്ങോട്ട് പോയി? ഉത്തരം, യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിന് പുറത്തു പോയി.